കഥ ആ പഴയ പെരുന്നാൾ ഓർമ്മ. ഞങ്ങൾ കുട്ടികൾക്ക് റമദാൻ മാസം എന്നാൽ എപ്പോഴും കാത്തിരിപ്പിന്റെ കാലമായിരുന്നു. മുതിർന്നവർ നോമ്പെടുക്കുമ്പോൾ ഉമ്മയുണ്ടാക്കാറുള്ള പത്തിരിയും ചിക്കൻ കറിയും നോമ്പ് തുറക്കുന്ന ടേബിളിലേക്ക് എത്താനുള്ള കാത്തിരിപ്പിലായിരിക്കും ഞങ്ങൾ. ആ രുചിയോളം വലുതായിരുന്നില്ല അന്ന് മറ്റൊന്നും. ഇത്തരം കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് പുണ്യ റമദാൻ മാസം യാത്രയായി. പിന്നെ പെരുന്നാൾ പിറ കണ്ടാൽ വീടും വീട്ടംഗങ്ങളും തകൃതിയായുള്ള ഒരുക്കങ്ങളിലായിരിക്കും. പെരുന്നാളിനെ വരവേറ്റുകൊണ്ട് പള്ളികളിൽ നിന്ന് തക്ബീർ ഒലികൾ മുഴങ്ങി തുടങ്ങുമ്പോൾ തന്നെ ഉപ്പയും കാക്കയും പള്ളിയിലേക്ക് നടക്കും. ഉമ്മയും വല്യുമ്മയും പെരുന്നാൾ ഭക്ഷണത്തിന്റെ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ഞാനും താത്തയും മൈലാഞ്ചി ഇടുന്നവരെ അന്വേഷിച്ചിറങ്ങും. രണ്ട് കൈകളിലും മൈലാഞ്ചിയുമായി ഞങ്ങൾ വരുമ്പോഴേക്കും ഉമ്മ ബിരിയാണിയിലേക്കുള്ള സാധനങ്ങൾ തരംതിരിക്കുന്നുണ്ടാവും. അടുക്കളയുടെ പിൻഭാഗത്തെ തിണ്ണയിലിരുന്ന് ഓല കൊണ്ട് മെടഞ്ഞെടുത്ത മുറത്തിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ എടുത്ത് തൊലി കളയുന്ന പണി ഇമ്മച്ചി എന്ന് ഞങ്ങൾ വിളിക്കുന്ന വല്യുമ്മ സ്വയം ഏറ്റെടുത്തിട്ടുണ്ടാവും. അല്ലേലും ഉമ്മച്ചി എപ്പോഴും അങ്ങനെയാണ്, സഹായിക്കാൻ എന്തിനും ഉമ്മയുടെ കൂടെ ഉണ്ടാവും. പെരുന്നാൾ പുലർച്ചെ കണ്ണു തുറന്നു വരുമ്പോൾ തന്നെ അടുക്കളയിൽ നിന്നുള്ള ബിരിയാണി മസാലയുടെ പച്ചമണം വീടാകെ പരന്നിരിക്കും. സ്പെഷ്യൽ ദിവസങ്ങളിൽ മാത്രം റാക്കിന് മുകളിൽ നിന്ന് താഴേക്കിറങ്ങുന്ന അല്പം പഴക്കമുള്ള ആ വയസ്സൻ കുടുക്കയിൽ തലേന്ന് ഉപ്പ മൂപ്പൊക്കെ നോക്കി വാങ്ങിയ നല്ല ഇളം ബീഫ് കഷ്ണങ്ങൾ ഉമ്മ ബിരിയാണി മസാലയിൽ കുഴച്ച് വെച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് ഞാൻ മൈലാഞ്ചിയിട്ട എൻ്റെ കൈകളിലേക്ക് നോക്കി. പകുതി ഭാഗം ചുവന്നിരിക്കുന്നു. വിരലുകളുടെ മടക്കുകളിൽ ഒട്ടിപ്പിടിച്ച ഇത്തിരി മൈലാഞ്ചി കൂടി അടർത്തി മാറ്റുമ്പോൾ ഉമ്മച്ചിയുടെ വക സ്പെഷ്യൽ ഉപദേശം വരും. ആ വെളിച്ചെണ്ണ എടുത്ത് കയ്യത്തേക്ക്, എന്നാ നല്ലോണം ചോന്തോളും. അപ്പോഴേക്കും പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിൽ പോവാൻ ഉപ്പയും കാക്കയും കുളിച്ച് പുത്തൻ കുപ്പായൊക്കെ ഇട്ട് റെഡിയായിട്ടുണ്ടാവും. അലക്കി പുത്തനാക്കിയ നിസ്കാരക്കുപ്പായവുമൊക്കെ അണിഞ്ഞ് ഞങ്ങൾ സ്ത്രീ പോരാളികൾ വീട്ടിൽ നിന്നും പെരുന്നാൾ നമസ്കാരം നിർവഹിക്കും. അല്പനേരത്തെ കാത്തിരിപ്പിനു ശേഷം ക്ഷണം സ്വീകരിച്ച് പ്രിയപ്പെട്ട കൂട്ടുകാരികളായ അശ്വതിയും സുചിത്രയും എത്തും. പിന്നാലെ ആങ്ങളയുടെ വലിയ ടീംസും. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അന്ന് ഉമ്മയുടെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി മേശപ്പുറത്തെ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കും. ആ ബിരിയാണിയുടെ രുചിയും വീട് നിറഞ്ഞുള്ള ആളുകളുടെ ചിരിയും കൂടിയാവുമ്പോൾ പെരുന്നാളിന്റെ സന്തോഷം പൂർണ്ണമാവും. വീട്ടിലെ അതിഥികളെല്ലാം പോയാൽ പിന്നെ ഏറെ ആവേശത്തോടെ ഞങ്ങൾ പുത്തനുടുപ്പൊക്കെ ഇട്ട് മാറ്റിയൊരുങ്ങും. എന്തിനാന്നോ? അന്ന് നിലമ്പൂർ പാടിക്കുന്നിലുണ്ടായിരുന്ന ഉമ്മയുടെ വീട്ടിൽ പോവാൻ. കുട്ടിക്കാലത്തും ഇന്നും വിനോദയാത്രയും മറ്റുമായി പല യാത്രകളും ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും സന്തോഷകരമായ യാത്ര ഉമ്മയുടെ വീട്ടിലേക്കുള്ളതായിരുന്നു. അന്നവിടെ താമസിക്കാൻ കഴിയുകയും പിറ്റേന്ന് സ്കൂൾ അവധി കൂടിയാണേൽ ഇരട്ടി സന്തോഷവും. പെരുന്നാൾ ദിവസം അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ ഉമ്മയുടെ അനിയത്തിമാരായ മോളും അഫിയും ഉണ്ണിമാളും ഒക്കെ പുതിയ ഡ്രസ്സിന്റെ മഹിമയും അത് ഇട്ടപ്പോഴുള്ള ഭംഗിയും ഒക്കെ പറഞ്ഞ് ഞങ്ങളെ ആവേശത്തിന്റെ കൊടുമുടി കയറ്റും. അന്നത്തെ അവരുടെ പ്രശംസകൾക്ക് പുത്തനുടുപ്പിട്ടതിനേക്കാൾ ചന്തമായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇപ്പോഴത്തെ പെരുന്നാളുകൾക്കൊന്നും അത്ര വലിയ ഭംഗിയൊന്നും തോന്നുന്നില്ല. നമ്മളൊക്കെ മുതിർന്നു പോയതുകൊണ്ടാവാം. പണ്ട് ആരോ പറഞ്ഞതുപോലെ ആഘോഷങ്ങളൊക്കെ കുട്ടികൾക്കല്ലേ. പെരുന്നാൾ ഓർമ്മകൾക്കെന്നും മൈലാഞ്ചിയുടെ നിറവും ബിരിയാണിയുടെ മണവുമാണ്. ആ നല്ല കാലത്തിന്റെ ഓർമ്മകളോടെ ദ സ്റ്റോറി വിത്ത് എസ് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ.